കോഴിത്തരവം കാട്ടിക്കൊണ്ട് തേരാപ്പാര നടക്കുന്നു. രാഹുൽ എന്നൊരു കോഴി പോയപ്പോൾ വിശാരടി എന്നൊരു കോഴി വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസുകാർ അടുത്തൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിവെച്ച പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമാണ് ഞാൻ ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഈ വാക്ക് ഇത്രത്തോളം അറാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. രാഹുൽ എവിടെ നിന്ന് നിർത്തിയോ അവിടെ നിന്നാണ് പാലക്കാടിന്റെ MLA ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിലെ ആദ്യം നമ്പർ 1 മുൻ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, നമ്പർ 2 പാലക്കാട് നഗരസഭാ കൗൺസിലർ, ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല, ജയിലിൽ കിടക്കുകയാണ്. നഗരസഭാ കൗൺസിലർ ആയിട്ടുള്ള പ്രക്ഷോഭ്. ഇപ്പൊ മൂന്നാമത് പാലക്കാട് നിലവിലെ MLA ഒരു ഓഡിയോ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് പാലക്കാട്ടെ സ്ത്രീജനങ്ങളെ അപമാനിക്കുന്ന തരത്തിൽ, പാലക്കാട് മാത്രമല്ല ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും അപമാനിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരായിട്ടുള്ള ആളുകള്, സ്ത്രീകളെ അപമാനിക്കുന്ന ആളുകള്, ഇവർക്കുള്ള ഒരു ഷെൽട്ടറായിട്ട് പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചു പോയിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടി മാറിയിട്ടുണ്ടെങ്കിൽ ആത്മാഭിമാനമുള്ള സ്ത്രീകളോട് സ്ത്രീ സംരക്ഷണം എന്ന വാക്കിൽ മാത്രം ഒതുക്കാത്ത ഏതെങ്കിലും കോൺഗ്രസുകാര് പാലക്കാട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് അവർക്ക് നല്ലതെന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ, പാലക്കാടിന്റെ MLA ക്കെതിരെയാണ് ഇന്ന് യുവമോർച്ച ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്.